മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണം. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണം. ക്രിസ്ത്യാനികളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭരണഘടനാനുസൃത സംവരണം അനുവദിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം യാഥാർത്ഥ്യമാക്കണം എന്നാണ് ബംഗളൂരുവിലെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡോ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJPയും മോദിയും പറയുന്നതൊന്ന്, യാഥാർത്ഥ്യം മറ്റൊന്ന്. കോൺഗ്രസിൻ്റെയും പ്രതികരണം വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നലെ ഈ കുട്ടികളെ തോൽപ്പിക്കുന്നത് സർക്കാരിൻ്റെ നയമല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഓൾ പാസ് കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം കേരളം തള്ളിയിരിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ വേണ്ട, 8ാം ക്ലാസ് മുതൽ ഒരു പക്ഷേ എല്ലാവരെയും പാസ്സാക്കും എന്നുള്ളതാണ് തമിഴ്നാടും എടുത്തിരിക്കുന്നത് നിലപാട്. അതിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 5ാം ക്ലാസ്സിലേക്ക് കുഞ്ഞുങ്ങളെ പരാജയപ്പെടുത്തി എന്ത് നേടാനാണ്? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ വാർത്താ യാത്ര തുടരുകയാണ്. മറ്റു വാർത്തകൾ കൂടി ഞങ്ങൾ അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാഹി പള്ളിയുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക പുൽക്കൂടിന് മുന്നിലാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് ഞങ്ങളുടെ പിന്നിൽ എഴുതിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ എപ്പോഴും സമാധാനം കിട്ടും. ഇല്ലാതെ പുൽക്കൂട് കത്തിക്കാൻ നടക്കുന്ന മനുഷ്യർക്ക് ഒരു സമാധാനവും കിട്ടൂല എന്നുകൂടി ഒരിക്കൽ കൂടി പറയട്ടെ.